ഹായ് ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ചെറിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് പോകാം. കോൺട്രാക്ട് കോസ്റ്റിംഗ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്നുള്ള ചാപ്റ്ററിനെ കുറിച്ച് പറയുന്ന സമയത്ത് കഴിഞ്ഞ 4 വർഷക്കാലമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ കോഴ്സ് കോസ്റ്റ് പേപ്പറിൽ സ്ഥിരമായിട്ട് ഒരു ചോദ്യം ഈ കോൺട്രാക്ട് കോസ്റ്റിംഗ് ചാപ്റ്ററായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത്തവണ നമ്മൾ അങ്ങനെ ഒരു ചാപ്റ്ററിന് ചോദ്യം വരികയാണെങ്കിൽ ഒരിക്കലും മിസ്സാക്കാത്ത തരത്തിൽ 100% ശരി ഉത്തരം എന്നുള്ള രീതിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഇപ്പോൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഫസ്റ്റ് ലാസ്റ്റ് നല്ല രീതിയിൽ കാണുക. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, നമ്മൾ കോൺട്രാക്ട് കോസ്റ്റിംഗ് പഠിക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യം അറിയണം എന്താണ് കോൺട്രാക്ട് എന്നുള്ളത്. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള വേർഡാണ് കോൺട്രാക്ട്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെ കുറേ കോൺട്രാക്റ്റിൽ നമ്മൾ ഏർപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് കോൺട്രാക്ട് നോക്കാം. A contract is an agreement between two parties by which one party agrees to undertake and complete a job or a piece of work for an agreed price. അതാണ്, അതായത് കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാളുകൾ തമ്മിലുള്ള എഗ്രിമെന്റിനെയാണ് നമ്മൾ കോൺട്രാക്ട് എന്ന് പറയുക. അതിൽ ഒരാൾ മറ്റൊരാളോട് പറയാണ് ഒരു ജോലി ഞാൻ ഏറ്റെടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് വർക്ക് ഞാൻ ഏറ്റെടുത്ത് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ആൻ എഗ്രീഡ് പ്രൈസ്. ഓക്കെ, അവിടെ രണ്ടാൾക്കാരുണ്ടാവും. ഓക്കെ, ഒരാൾ മറ്റൊരാളോട് എന്ത് പറയും? ഒരു ജോലി ഞാൻ ഏറ്റെടുത്ത് ചെയ്യാം, ഒരു എഗ്രീഡ് പ്രൈസിന് എന്ന് പറയും. ഓക്കെ, അതാണ് നമ്മൾ കോൺട്രാക്ട് എന്ന് പറയാം. പിന്നെ നമ്മൾ നോക്കുക, ദ പാർട്ടീസ് ടു എ കോൺട്രാക്ട് ആർ കോൺട്രാക്ടർ ആൻഡ് കോൺട്രാക്ടി. ഈ കോൺട്രാക്റ്റിലെ രണ്ട് പാർട്ടികളെ നമ്മൾ എന്ത് പറയും? കോൺട്രാക്ടർ എന്നും പറയും, കോൺട്രാക്ടി എന്നും പറയും. ഇനി നമ്മൾ ആരാണ് കോൺട്രാക്ടർ, ആരാണ് കോൺട്രാക്ടി നോക്കാം. എ കോൺട്രാക്ടർ ഈസ് പേഴ്സൺ ഹു അണ്ടർടേക്സ് ദ വർക്ക്. ആരാണോ ജോലി ചെയ്യാമെന്ന് പറഞ്ഞ് ഏറ്റെടുക്കുന്നത് അയാളെ നമ്മൾ എന്ത് പറയും? കോൺട്രാക്ടർ എന്ന് പറയും. Contractee is the person for whom work is done. ആർക്ക് വേണ്ടിയിട്ടാണോ വർക്ക് ചെയ്യുന്നത് അയാളെ നമ്മൾ എന്ത് പറയും? കോൺട്രാക്ടീ എന്ന് പറയും. ഓക്കെ, ഇവിടെ എ എന്നും ബി എന്നും പറയുന്ന രണ്ടാളുകളുണ്ട്. ഓക്കെ, എക്ക് ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യണം എന്ന് വിചാരിക്കുക. അപ്പൊ ബി വന്നിട്ട് എനോട് പറയാണ് ഞാൻ നിന്റെ വീട് കൺസ്ട്രക്ട് ചെയ്ത് തരാം എന്ന് പറയാണ്. എ പറയാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് എന്ത് തരാം? ഒരു എഗ്രീഡ് പ്രൈസ് തരാമെന്ന് പറയാൻ വിചാരിക്കുക. ഓക്കെ, ഈ ക്വസ്റ്റിനകത്ത് ബി എന്ന് പറയുന്ന ആളാണ് ആര്? കോൺട്രാക്ടർ. എ എന്ന് പറയുന്ന ആളാണ് ആര്? കോൺട്രാക്ടി. ഓക്കെ, ഇയാള് കോൺട്രാക്ടറാണ്, ഇയാള് കോൺട്രാക്ടി ആണ്. ഓക്കെ, ഞാൻ സി ആർ സി എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, നോക്കാം. ദ പ്രൈസ് വിച്ച് ഈസ് ചാർജ്ഡ് ബൈ ദ കോൺട്രാക്ടർ ടു ദ കോൺട്രാക്ടി ഈസ് കോൺട്രാക്ട് പ്രൈസ്. ഇവിടെ നമ്മൾ പറഞ്ഞു കോൺട്രാക്ടി കോൺട്രാക്ടർക്ക് ഒരു പൈസ കൊടുക്കും. ആ പൈസനെ നമ്മൾ എന്ത് പറയും? കോൺട്രാക്ട് പ്രൈസ് എന്ന് പറയും. നമ്മുടെ എക്സാമ്പിൾ ഈ 50,000 ആണ് എന്ത്? കോൺട്രാക്ട് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. കോൺട്രാക്ട് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഈ 4 കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഒന്ന്, 2 പാർട്ടീസ് ഉണ്ടാവും, എഗ്രീഡ് പ്രൈസ് ഉണ്ടാവും, പിന്നെ കോൺട്രാക്ടർ, കോൺട്രാക്ടി. ഓക്കെ, എഗ്രീഡ് പ്രൈസ് നമ്മൾ എന്ത് പറയും? കോൺട്രാക്ട് പ്രൈസ് എന്ന് പറയും. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇനി നമുക്ക് അടുത്തേക്ക് പോവാം. എന്താണ് കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ചാപ്റ്ററിന്റെ പേരാണ് കോൺട്രാക്ട് കോസ്റ്റിംഗ് ആണ്. അപ്പൊ നമ്മൾ എന്താണ് അത് എന്നുള്ളത് തീർച്ചയായിട്ടും പഠിക്കണം. കാരണം 2 മാർക്കിനൊക്കെ ചോദിക്കലുണ്ട് കോൺട്രാക്ട് കോസ്റ്റിംഗിന്റെ ഡെഫിനിഷൻ. അപ്പൊ എന്താ നോക്കാം. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ഫോം ഓഫ് ജോബ് കോസ്റ്റിംഗ് ആൻഡ് ഇറ്റ് ഈസ് എ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മെത്തേഡ് ടു ബി അഡോപ്റ്റഡ് ഇൻ സച്ച് ഇൻഡസ്ട്രീസ് ആസ് ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ വർക്ക്, സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ ഫാബ്രിക്കേഷൻ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്. അതായത് ഇവിടെ നമ്മൾ നോക്കുക, ഇതെന്ന് പറഞ്ഞ ഒരു തരത്തിലുള്ള ജോബ് കോസ്റ്റിംഗ് ആണ്. ഓക്കെ, ഇത് ഏതൊക്കെ മേഖലയിലാണ് അഡോപ്റ്റ് ചെയ്യുന്നത്? ഒന്നത് ഇൻഡസ്ട്രീസ് ആണ്. അതായത് ബിൽഡിംഗ് ഇൻഡസ്ട്രി, ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന ഇൻഡസ്ട്രീസിന്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ വർക്കിന്, പിന്നെ സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ ഫാബ്രിക്കേഷൻ, ഷിപ്പ് ബിൽഡിംഗ്. ഇവിടെയൊക്കെ നമ്മൾ നോക്കേണ്ടത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ഓരോ ഇൻഡിവിജ്വലും ഓർഡർ കൊടുക്കണം. ഓക്കെ, ഇപ്പം കൺസ്ട്രക്ഷൻ വർക്കിന് ഇപ്പോൾ ആരെങ്കിലും ഒരാൾ ഓർഡർ കൊടുത്താലാണ് അത് ചെയ്യുക. എഞ്ചിനീയറിംഗ് വർക്കും അതേപോലെ തന്നെ, ആർക്കിടെക്ടർ ഒക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യുക. ഓക്കെ, it is a form of specific order costing which applies where the work is done to customer requirements. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് വരികയാണ്. ഏതെങ്കിലും ഒരു കസ്റ്റമർ റിക്വയർമെന്റ് പറയുമ്പോൾ മാത്രമാണ് എന്താക്കുള്ളൂ ഇത്തരത്തിലുള്ള വർക്കുകളൊക്കെ നടക്കുള്ളൂ. ഓക്കെ, അത് എങ്ങനത്തെ ആയിരിക്കും? ലോങ് ഡ്യൂറേഷൻ ആയിരിക്കും. അതായത് 1 വർഷം അല്ലെങ്കിൽ മോർ ദാൻ 1 ഇയറോ എന്തായാലും ആയിരിക്കും. ഓക്കെ, അപ്പം പറയാം കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമറിന്റെ റിക്വയർമെന്റ്സിനനുസരിച്ചിട്ട് ചെയ്യുന്ന വർക്കിന്റെ റെക്കോർഡ് ചെയ്യുന്ന കോസ്റ്റിംഗ് മെത്തേഡിനാണ് നമ്മൾ എന്ത് പറയാ? കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറയാം. ഓക്കെ, ഈ കോൺട്രാക്ട് കോസ്റ്റിംഗിനെ നമ്മൾ വേറൊരു പേര് കൊടുത്ത് വിളിക്കും, ടെർമിനൽ കോസ്റ്റിംഗ്. അപ്പൊ നോക്കുക, കസ്റ്റമേഴ്സിന്റെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് ചെയ്യുന്ന കൺസ്ട്രക്ഷൻ വർക്ക് അല്ലെങ്കിൽ ലോങ് റണ്ണിലുള്ള വർക്ക് റെക്കോർഡ് ചെയ്യാനുള്ള കോസ്റ്റിംഗ് മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയാ? കോൺട്രാക്ട് കോസ്റ്റിംഗ്. ഇതിന്റെ വേറൊരു പേരും കൂടെ ഉണ്ട്, എന്താണ്? ടെർമിനൽ കോസ്റ്റിംഗ്. ഓർത്ത് വെക്കുക.
ഇനി നോക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് പാർട്ടികൾ ഉണ്ടെന്ന് പറഞ്ഞു. ആരൊക്കെ? കോൺട്രാക്ടറും ഉണ്ട്, പിന്നെ കോൺട്രാക്റ്റീവ് ഉണ്ട്. ഓക്കെ, ഒരു കോൺട്രാക്ടറെ സംബന്ധിച്ചിടത്തോളം അയാൾ രണ്ട് തരത്തിലുള്ള ബുക്കാണ് ഉണ്ടാക്കുക. ഒന്ന് കോൺട്രാക്ട് അക്കൗണ്ടും പിന്നെ അത് കോൺട്രാക്റ്റീസ് അക്കൗണ്ടും. നമുക്കിതിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് ഈ കോൺട്രാക്ട് അക്കൗണ്ട് ആണ്. പക്ഷെ നമ്മൾ ബാക്കിയുള്ളതൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോകും. ഓക്കെ, പിന്നെ കോൺട്രാക്റ്റി ഒരു ബുക്ക് ഉണ്ടാക്കുന്നുള്ളൂ. അതെന്താണ്? കോൺട്രാക്ടേഴ്സ് അക്കൗണ്ട്. ഇപ്പോൾ കോൺട്രാക്ട് ഉണ്ടാക്കുന്ന ബുക്ക് ഇയാളെ പേരിലായിരിക്കും ഉണ്ടാവുക, കോൺട്രാക്ടർ ഉണ്ടാക്കുന്ന ബുക്ക് ഇയാളെ പേരിലുണ്ടാവുക, കോൺട്രാക്ടിന്റെ പേരിലുണ്ടാവുക. ഓക്കെ, പിന്നെ നോക്കേണ്ട ഒരു കാര്യം, ഈ കോൺട്രാക്ടീസ് അക്കൗണ്ടും കോൺട്രാക്ടേഴ്സ് അക്കൗണ്ടും പേഴ്സണൽ അക്കൗണ്ട് ആയിരിക്കും. വൺ വേർഡ് ചോദിക്കുക, ഇത് രണ്ടും പേഴ്സണൽ അക്കൗണ്ട് ആണ്. പേഴ്സണൽ അക്കൗണ്ട് മറന്നു പോകരുത്. പിന്നെ കോൺട്രാക്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ നോമിനൽ അക്കൗണ്ട് ആയിരിക്കും. ഓക്കെ, നോമിനൽ. റെഡി, മറന്നു പോകരുത്. ഇത് രണ്ടും പരീക്ഷയിൽ സാധാരണ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് കോൺട്രാക്ട് അക്കൗണ്ട്, കോൺട്രാക്ടീസ് അക്കൗണ്ട്, കോൺട്രാക്ടേഴ്സ് അക്കൗണ്ട് എന്നൊക്കെ. ഓക്കെ, കോൺട്രാക്ട് അക്കൗണ്ട്. ഒന്നാമതിൽ നമുക്ക് കോൺട്രാക്ട് അക്കൗണ്ട് വരാം. ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഈ ചാപ്റ്ററിൽ നിർബന്ധമായിട്ട് പഠിക്കേണ്ടത്. എ കോൺട്രാക്ട് അക്കൗണ്ട് ഈസ് എ നോമിനൽ അക്കൗണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു കോൺട്രാക്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താണ്? ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് ദ കോസ്റ്റ് ഓഫ് കോൺട്രാക്ട് ആൻഡ് ടു നോ പ്രോഫിറ്റ് ഓർ ലോസ് മെയ്ഡ് ഓൺ ദ കോൺട്രാക്ട്. അതാണ്, അതായത് ഈ കോൺട്രാക്ട് അക്കൗണ്ട് എന്തിനാ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോൺട്രാക്റ്റിലെ കോസ്റ്റ്, ആകെ എത്ര ചെലവ് വന്നിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടും അത് മാത്രമല്ല പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടും കൂടെയാണ്. ഓക്കെ, നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഒരു കോൺട്രാക്ട് വർക്ക് ഏറ്റെടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ഞാനൊരു കോൺട്രാക്ടറാന്ന് വിചാരിക്കുക. ഞാനൊരു കോൺട്രാക്ട് വർക്ക് ഏറ്റെടുക്കുന്ന സമയത്ത് വർക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കും. ആ എഗ്രിമെന്റിൽ ഉണ്ടാവും ഇത്ര പൈസക്ക് ഞാൻ ഞാൻ നിങ്ങളുടെ കൺസ്ട്രക്ഷൻ വർക്ക് നടത്തി തരാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്താക്കുക, എഗ്രിമെന്റ് ഉണ്ടാക്കുക. ഓക്കെ, ആ സമയത്ത് നമുക്ക് അറിയില്ല കോൺട്രാക്ട് കഴിഞ്ഞ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയാം. ഓക്കെ, അതായത് നമ്മൾ കോൺട്രാക്ട് വർക്ക് കഴിഞ്ഞിട്ട് അതിന്റെ കോസ്റ്റ് മൊത്തം നോക്കണം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, കുറെ ഡ്യൂറേഷൻ ആ സമയത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും എന്താക്കേണ്ടി വരും, എഴുതി വെക്കേണ്ടി വരും. ഓക്കെ, അപ്പം ഈ കോൺട്രാക്ട് അക്കൗണ്ട് എന്തിനാ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കോസ്റ്റുകളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കാനും, അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ കോസ്റ്റ് കിട്ടും. പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താക്കാൻ പറ്റും, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ കോൺട്രാക്ട് അക്കൗണ്ട് നോമിനൽ അക്കൗണ്ട് ആണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? കോസ്റ്റ് ഓഫ് ദ കോൺട്രാക്ട് കണ്ടുപിടിക്കാനും പിന്നെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടും. ഓക്കെ, പിന്നെ ഇതിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോൺട്രാക്ടർ മേ അണ്ടർടേക്സ് നമ്പർ ഓഫ് കോൺട്രാക്ട് അറ്റ് എ ടൈം. ഒരു കോൺട്രാക്ടർക്ക് ഒരു സമയത്ത് ഒരു വർക്കല്ല ഉണ്ടാവുക, ലോട്ട്സ് ഓഫ് വർക്കുകൾ ഉണ്ടാവും, കുറെ കോൺട്രാക്ട് വർക്കുകൾ ഉണ്ടാവും, വ്യത്യസ്ത കോൺട്രാക്ട് വർക്കുകൾ ഉണ്ടാവും. അപ്പൊ ഇവിടെ ഇയാൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫോർ ഈച്ച് കോൺട്രാക്ട് എ സെപ്പറേറ്റ് അക്കൗണ്ട് ഈസ് ഓപ്പൺഡ്. ഓരോ കോൺട്രാക്ടറിനും എന്തുണ്ടാക്കേണ്ടി വരും, ഓരോ സെപ്പറേറ്റ് അക്കൗണ്ട് ഉണ്ടാക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ഒരാൾ 10 കോൺട്രാക്റ്റിൽ അറ്റ് എ ടൈം ഏർപ്പെടുന്നുണ്ടെങ്കിൽ ഒരു കോൺട്രാക്ടർ അദ്ദേഹം എന്തുണ്ടാക്കേണ്ടി വരും, 10 കോൺട്രാക്ട് അക്കൗണ്ട് ഉണ്ടാക്കേണ്ടി വരും. ഓക്കെ, മറന്നു പോകരുതേ. അപ്പൊ ഓരോ കോൺട്രാക്റ്റിനും ഓരോ കോൺട്രാക്ട് അക്കൗണ്ടും ഉണ്ടാവും. റെഡി, പിന്നെ നോക്കിക്കോ, ഈ കോൺട്രാക്റ്റിനെ നമ്മൾ രണ്ട് തരത്തിൽ തരംതിരിക്കാം. ഓക്കെ, ഒന്നാമത്തെ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റഡ് കോൺട്രാക്ട്. ഓക്കെ, രണ്ടാമത്തത് ഇൻകംപ്ലീറ്റഡ് കോൺട്രാക്ട്. കംപ്ലീറ്റഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1 ഇയർ മെച്യൂരിറ്റിന്റെ ഇടയിൽ എന്താകും, ഈ കോൺട്രാക്ട് കംപ്ലീറ്റ് ആവും, 1 ഇയർ മെച്യൂരിറ്റി. ഓക്കെ, ഇൻകംപ്ലീറ്റഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോർ ദാൻ 1 ഇയർ ഒന്നിൽ കൂടുതൽ വർഷം എന്തുണ്ടാവും, ഈ കോൺട്രാക്ട് നിലനിന്ന് പോകും. അതിനെയാണ് നമ്മൾ എന്താ പറയാ, ഇൻകംപ്ലീറ്റഡ് കോൺട്രാക്ട് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ രണ്ട് സിറ്റുവേഷനിലും കോൺട്രാക്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് രണ്ടും വ്യത്യസ്തമായിരിക്കും ഉണ്ടാവുക. കാരണം ഇത് ഒരു വർഷം തന്നെ കംപ്ലീറ്റ് ആകുന്നത് കൊണ്ട് തന്നെ നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നൊക്കെ എന്താക്കാൻ പറ്റും, സെയിം വർഷത്തിൽ ഈ സെയിം ഇയറിൽ നമുക്ക് എന്താക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇൻകംപ്ലീറ്റഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ഇയറിന്റെ മോർ ഡ്യൂറേഷൻ ഉള്ളത് കൊണ്ട് തന്നെ എപ്പോഴാണോ എൻഡ് ചെയ്യുന്നത് അപ്പോഴാണ് നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഒരു വ്യത്യാസം ഇത് രണ്ടും തമ്മിലുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം കംപ്ലീറ്റഡ് കോൺട്രാക്ട് എന്താ നോക്കാം. കംപ്ലീറ്റഡ് കോൺട്രാക്ട് ശ്രദ്ധിച്ചോളൂ, നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോകണം, അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക. ഓൺ കംപ്ലീഷൻ ഓഫ് കോൺട്രാക്ട്, കോൺട്രാക്ട് അക്കൗണ്ട് ഇസ് ക്രെഡിറ്റഡ് വിത്ത് കോൺട്രാക്ട് പ്രൈസ്. അതെ, അതായത് കോൺട്രാക്ട് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് കോൺട്രാക്ട് അക്കൗണ്ട് എന്താക്കും, കോൺട്രാക്ട് പ്രൈസിൽ ക്രെഡിറ്റ് ചെയ്യുന്ന പറയുന്നത്. നമ്മൾ അതിന് മുന്നേ ഈ കോൺട്രാക്ട് അക്കൗണ്ടിന്റെ രൂപം നോക്കാം. സാധാരണ പോലെ തന്നെ ഒരു അക്കൗണ്ടാണ്, ഡെബിറ്റും ഉണ്ട്, എന്തുണ്ട്, ക്രെഡിറ്റും ഉണ്ട്. ഓക്കെ, രണ്ടിലും എന്തുണ്ട്, എമൗണ്ട് കോളുണ്ട്. ഇവിടെ ഡെബിറ്റ് സൈഡിൽ വരുന്നത് നോക്കിക്കോ, എല്ലാ എക്സ്പെൻസുകളാണ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ വരുന്നത്. മെറ്റീരിയൽ, ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്, ഓവർഹെഡ്, പ്ലാന്റ്. ഈ പ്ലാന്റിന് കുറച്ച് വ്യത്യസ്ത സ്വഭാവമുള്ള ഒരാളാണ് ഈ എക്സ്പെൻസിനകത്ത്, ഓർത്ത് വെക്കുക. പിന്നെ ക്രെഡിറ്റ് സൈഡിൽ മെറ്റീരിയൽ റിട്ടേൺ, മെറ്റീരിയൽ തിരിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എഴുതി വെക്കും, മെറ്റീരിയൽ വിൽക്കുന്നുണ്ട് അത് എഴുതി വെക്കും. 2 തവണ മെറ്റീരിയൽ സോൾഡ് വന്നിട്ടുണ്ട്, സോറി. മെറ്റീരിയൽ വിൽക്കുന്നുണ്ടെങ്കിൽ അത് എഴുതി വെക്കും. പിന്നെ പ്ലാന്റ് അറ്റ് എൻഡ്, അവസാനം
പ്ലാന്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്താ ക്ലോസിംഗ് പ്ലാൻ ഉണ്ടെങ്കിൽ അത് അവിടെ എഴുതി വെക്കും. ഓക്കെ, ഇതുവരെ നമ്മൾ എഴുതും. കംപ്ലീറ്റഡ് കോൺട്രാക്ട് ആണ്. കംപ്ലീറ്റഡ് കോൺട്രാക്ടിന്റെ പ്രത്യേകത എന്താ? ഒരു വർഷത്തിനുള്ളിൽ എന്താക്കും? കോൺട്രാക്ട് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ ഇവിടെ കോൺട്രാക്ട് പ്രൈസ് ചെയ്ത് വെക്കും. നമ്മൾ ആദ്യം അഗ്രിമെന്റിൽ ഏർപ്പെടുന്ന സമയത്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കോൺട്രാക്ട് പ്രൈസ് അതും കൂടെ നമ്മൾ ഇവിടെ രേഖപ്പെടുത്തി വെക്കും. എന്നിട്ട് നമ്മൾ രണ്ട് ടാലി ചെയ്യും. ഈ ഭാഗവും രണ്ട് ടാലി ചെയ്യും. സാധാരണ നമ്മൾ ലെഡ്ജർ അക്കൗണ്ട് ടാലി ചെയ്യുന്ന പോലെ തന്നെ ഏത് സൈഡിലാണോ കൂടുതലുള്ള നോക്കും, അവിടെ രണ്ട് സൈഡത്തും എമൗണ്ട് എഴുതി വെക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കും. ഇവിടെ ഡെബിറ്റ് സൈഡ് കുറവും ക്രെഡിറ്റ് സൈഡ് കൂടുതലുമാണെങ്കിൽ സ്വാഭാവികമായിട്ടും എക്സ്പെൻസ് കുറവോ ഇൻകം കൂടുതലുമാണ്, എന്ത് വരും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രോഫിറ്റ് വരും. ബാലൻസിങ് ഫിഗർ ആണ്. ഇപ്പം ഇവിടെ കൂടുതലും ഇവിടെ കുറവാണ്, എന്ത് വരും? സ്വാഭാവികമായിട്ടും ലോസ് വരും. റെഡി? പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നോട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നോട്ടാണ്. ദ ക്യാഷ് ഓർ അഡ്വാൻസ് റിസീവ്ഡ് ഫ്രം ദ കോൺട്രാക്ട് ഷുഡ് നോട്ട് ബി ടേക്കൺ ഓൺ കോൺട്രാക്ട് അക്കൗണ്ട്. അതായത് കോൺട്രാക്ടിന്റെ കയ്യിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും അഡ്വാൻസ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതൊന്നും നമ്മൾ ഇവിടെ എന്താക്കില്ല, രേഖപ്പെടുത്തി വെക്കൂല. നമ്മൾ ആകെ ഇവിടെ രേഖപ്പെടുത്തി വെക്കുക കോൺട്രാക്ട് പ്രൈസ് മാത്രമാണ്. ഓക്കെ, ഓർത്ത് വെക്കുക. നമ്മൾ കണക്ക് ചെയ്യുന്ന സമയത്ത് കൂടുതൽ മനസ്സിലാവും. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഓർത്ത് വെക്കേണ്ട കാര്യം, ഈ എല്ലാ എക്സ്പെൻസും ഡെബിറ്റ് ചെയ്യും, എല്ലാ ഇൻകം ക്രെഡിറ്റ് ചെയ്യും. ഇവിടെ എന്ത് വരും? കോൺട്രാക്ട് പ്രൈസ് വരും. പിന്നെ ബാലൻസിങ് ഫിഗർ ആയിട്ട് പ്രോഫിറ്റ് ഓർ ലോസ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു പ്ലാന്റിന് കുറച്ച് ചെറിയൊരു വ്യത്യസ്തത ഉള്ള ആളാണ് പ്ലാന്റ്. അപ്പൊ പ്ലാന്റിനെ കുറിച്ച് നമുക്ക് നോക്കിക്കോ. ട്രീറ്റ്മെന്റ് ഓഫ് പ്ലാന്റ് ഓർ അതർ ഫിക്സഡ് അസെറ്റ്. ഓക്കെ, ബിൽഡിംഗ് പ്ലാന്റ് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ സെയിം ട്രീറ്റ്മെന്റ് ആണ് വരിക. ഇഫ് പ്ലാന്റ് ഈസ് ലീസ്ഡ്, പ്ലാന്റ് നമ്മൾ വാടകയ്ക്ക് വാങ്ങിക്കാൻ വിചാരിക്കുക. അതായത് നമ്മൾ കൺസ്ട്രക്ഷൻ വർക്കിനൊക്കെ വലിയ എമൗണ്ടിന്റെ പ്ലാന്റ് വേണ്ടി വരും. അപ്പൊ നമുക്കത് വാങ്ങാൻ കഴിയില്ലെങ്കിൽ നമ്മൾ അതെന്താക്കും? വാടകയ്ക്ക് വാങ്ങും. ഓക്കെ, അങ്ങനെ വാടകയ്ക്ക് വാങ്ങുവാണെങ്കിലും സ്വാഭാവികമായിട്ടും കോൺട്രാക്ടറെ സംബന്ധിച്ചിടത്തോളം എന്താണ്? എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് നമ്മൾ ഇവിടെ കാണിക്കും, ഡെബിറ്റ് സൈഡിൽ കാണിക്കും അല്ലെ? നേരത്തെ കാണിച്ച പോലെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. പക്ഷേ അവിടെ ഒരു വ്യത്യാസമുണ്ട്. ഡയറക്ട്ലി ചാർജ് ഡെബിറ്റ് സൈഡ് ഓഫ് ദ കോൺട്രാക്ട് അക്കൗണ്ട് ദർ ഇസ് നോ ക്ലോസിംഗ് പ്ലാൻ. അവിടെ എന്തുണ്ടാവില്ല? ക്ലോസിംഗ് പ്ലാന്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. കാരണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലോസിംഗ് പ്ലാന്റ് ഉണ്ടാവില്ല. കാരണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്ലാന്റ് ശരിക്കും കമ്പനീന്റെ പ്ലാന്റ് അല്ല. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും യൂസേജ് കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കും. അപ്പൊ ക്ലോസിംഗ് പ്ലാന്റ് നേടേണ്ട ആവശ്യമില്ല, ഓർത്ത് വെക്കുക. പിന്നെ ട്രീറ്റ്മെന്റ് ഓഫ് പ്ലാന്റ്, അതായത് ഒന്നുകൂടെ പറയാം, ക്ലോസിംഗ് പ്ലാന്റ് എഴുതേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കോ, ഇപ്പൊ ലീസിനാണ് ഞാൻ ഇപ്പൊ 10,000 റുപ്പീസ് ലീസിനാണ് പ്ലാന്റ് എടുത്ത് വിചാരിക്കുക. ഞാനൊരു കോൺട്രാക്ടറാണ്, എൻ്റെ അടുത്ത് പ്ലാന്റ് ഇല്ല, അതിനുകൊണ്ട് 10,000 റുപ്പീസിന് ലീസിനാണ് പ്ലാന്റ് എടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ കാണിക്കും പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട്, ഇവിടെ ഞാൻ 10,000 കാണിക്കും. ഓക്കെ, അതുപോലെ തന്നെ ലീസിനായതുകൊണ്ട് തന്നെ ക്ലോസിംഗിൽ എന്റെ കയ്യിലെ പ്ലാന്റ് ഉണ്ടാവില്ല, ഞാൻ തിരിച്ചു കൊടുക്കും. ഇപ്പോ ഇവിടെ എന്തുണ്ടാവില്ല? ക്രെഡിറ്റ് സൈഡില് പ്ലാന്റ് അറ്റ് സൈറ്റ് എൻഡിൽ ഉണ്ടാവില്ല. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. റെഡി? പിന്നെ നോക്കുക രണ്ടാമത്തത്, വെൻ പ്ലാന്റ് ഈസ് പർച്ചേസ്ഡ്, അതായത് കോൺട്രാക്ടർ പ്ലാന്റ് ക്യാഷ് കൊടുത്ത് വാങ്ങുവാണെങ്കിൽ എന്താണ് സിറ്റുവേഷൻ എന്നാ പറയുന്നത്? ദ എമൗണ്ട് ആർ ഡയറക്ട്ലി ചാർജ് ഡെബിറ്റ് സൈഡ് ഓഫ് ദ കോൺട്രാക്ട്. എമൗണ്ട് എന്താക്കും? കോൺട്രാക്ട് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുകയും ചെയ്യും. മാത്രമല്ല കാൽക്കുലേറ്റ് ഡിപ്രീസിയേഷൻ ആൻഡ് ലെസ് വിത്ത് ദ പ്ലാന്റ് അറ്റ് ദ എൻഡ്. അതായത് ശ്രദ്ധിച്ചോ, പ്ലാന്റ് ഞാൻ പർച്ചേസ് ചെയ്യാന്ന് വിചാരിക്കുക. ഞാൻ കോൺട്രാക്ടറാണ്, 1,00,000 രൂപയുടെ പ്ലാന്റ് വേണമായിരുന്നു, 1,00,000 രൂപയുടെ പ്ലാന്റ് വേണമായിരുന്നു. അത് ഞാൻ ലീസിന് വാങ്ങാണ്ട് എന്താക്കി? പർച്ചേസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താക്കും? ആ 1,00,000 രൂപ ഇവിടെ കാണിക്കും, പർച്ചേസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് 1,00,000 എന്ന് എഴുതി വെക്കും. അതുപോലെ തന്നെ ക്ലോസിംഗിന്റെ സമയത്ത് പ്ലാന്റ് അറ്റ് ദ എൻഡിൽ എന്താക്കും? ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള വാല്യൂ ഞാൻ അവിടെ എഴുതി. ചിലപ്പോൾ ഡിപ്രീസിയേഷൻ 10% ആണെങ്കിൽ ഇവിടെ എന്തുണ്ടാവും? 90,000 ഉണ്ടാവും. ഓക്കെ, ഇഫ് ഡിപ്രീസിയേഷൻ 10% ആണെങ്കിൽ ഓർത്ത് വെക്കാം. ഓക്കെ, ഡിപ്രീസിയേഷൻ 10% ആണെങ്കിൽ ഞാൻ അവിടെ എന്താകും? 90,000 കാണിക്കും. ഓക്കെ, അതാണ് വ്യത്യാസം. അപ്പൊ ഒന്നുകൂടെ പറയാം, കംപ്ലീറ്റഡ് കോൺട്രാക്ടിന്റെ മോഡൽ ഇതാണ്. സാധാരണ കംപ്ലീറ്റഡ് കോൺട്രാക്ട് അങ്ങനെ ചോദിക്കലില്ല, എങ്കിലും ചോദിച്ചാൽ നമ്മൾ വിട്ടുപോകരുതല്ലോ, അതിനെ കൊണ്ടാണ് പറഞ്ഞത്. എല്ലാ എക്സ്പെൻസ് ചെയ്തു, മെറ്റീരിയൽ, ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് ചെയ്തു, ഓവർ ഹെഡ് ചെയ്തു, പ്ലാന്റ് എഴുതും. ഇപ്പുറം എല്ലാ റിട്ടേൺ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്താക്കും? എഴുതി വെക്കും. ഓക്കെ, പിന്നെ പ്ലാന്റ് അറ്റ് ദ എൻഡ് അതിൽ നിന്ന് നമ്മൾ എന്താക്കും? ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള വാല്യൂ കാണിക്കും. ഓക്കെ, പിന്നെ കോൺട്രാക്ട് പ്രൈസ് ഇവിടെ എഴുതും, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കും. അതാണ് വ്യത്യാസം. ഇനി നമ്മൾ ഇതിന്റെ ഒരു കണക്കിലേക്ക് പോകാം. പ്രിപ്പയർ കോൺട്രാക്ട് അക്കൗണ്ട്. കംപ്ലീറ്റഡ് കോൺട്രാക്ടിന്റെ എക്സാമ്പിൾ ആണ്. കംപ്ലീറ്റഡ് കോൺട്രാക്ട് ഞാൻ ഇവിടെ കാണിച്ചിട്ടില്ല. കംപ്ലീറ്റഡ് കോൺട്രാക്ട് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, കംപ്ലീറ്റഡ് കോൺട്രാക്ടിന്റെ ഒരു ക്വസ്റ്റൻ ആണ്. മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ്ഡ് എവിടെയാ വരിക? എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഡെബിറ്റ് സൈഡ്, കോൺട്രാക്ട് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്. പ്ലാന്റ്, ഓപ്പണിംഗ് പ്ലാന്റ് ആണ് ഡെബിറ്റ് സൈഡ്. ഇവിടെ നോക്കുക, പ്ലാന്റ് വേറൊന്നും പറയുന്നില്ല, ലീസിനാണോ പർച്ചേസിനാണോ എന്നൊന്നും പറയുന്നില്ല. പക്ഷെ ലീസിനാണെങ്കിൽ ലീസിന് തന്നെ പറയും. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓവർ ഹെഡ് ഡെബിറ്റ് സൈഡിൽ എഴുതുക. മെറ്റീരിയൽ റിട്ടേൺ എവിടെ എഴുതണം? ക്രെഡിറ്റ് സൈഡ്. കോൺട്രാക്ട് പ്രൈസ് എവിടെ എഴുതണം?
ക്രെഡിറ്റ് സൈഡ് പ്ലാന്റ് അറ്റ് ദ എൻഡ് എന്താക്കണം ക്രെഡിറ്റ് സൈഡ്. ഇവിടെ പ്ലാന്റ് അറ്റ് ദ എൻഡ് ഡിപ്രീസിയേഷന്റെ കാര്യം ഒന്നും പറയുന്നില്ല, പക്ഷെ നമ്മൾ കണ്ടാൽ തന്നെ മനസ്സിലാവും തുടക്കത്തിൽ പ്ലാന്റ് 50,000 ഉണ്ട്, എൻഡിൽ എത്ര ഉണ്ട് 45,000 ഉള്ളൂ. സ്വാഭാവികമായിട്ടും ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള വാല്യൂ ആണ് ഇവിടെ ഉള്ളത്. റെഡി? ഇവിടെ മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ്ഡ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ആണ് നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ടുള്ളത്, മറന്നു പോകരുത്. നോക്കാം, മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ്ഡ് പ്ലാന്റ് ഒക്കെ എഴുതി ബാലൻസ് ചെയ്തു. ആ പ്രോഫിറ്റ് ആണുള്ളത്. ഓക്കെ, എല്ലാവരും നല്ല രീതിയിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പ്ലാന്റ് ഓവർ ഹെഡ് റിട്ടേൺഡ് പ്ലാന്റ് അറ്റ് ദ എൻഡ് കോൺട്രാക്ട് അക്കൗണ്ട് കോൺട്രാക്ട് പ്രൈസ് ചെയ്തിട്ടുണ്ട്. ബാലൻസ് ഫിഗർ 56,000. ഓക്കെ, ഇനി നമ്മൾ നേരെ അതിന്റെ ഒരു വേറൊരു ക്വസ്റ്റിലേക്ക് കൊടുക്കുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ, യൂണിവേഴ്സിറ്റിന്റെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് തന്നെ ആ ക്വസ്റ്റ്യനിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ തന്നെ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ക്യാച്ച് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതിനെ കൊണ്ടാണ് ഞാൻ കുറച്ച് മുന്നേ വേറൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. നോക്കോ, Madhu undertook a contract for constructing a building on 1st July 2015. Contract price എത്രയാണ് 75,000. He incurred the following expense: material consumed, materials in hand at the end, wages, direct expenses, planned purchase ഒക്കെ തന്നിട്ടുണ്ട്. കോൺട്രാക്ട് വാസ് കംപ്ലീറ്റഡ് 31/3/2016. 1st July 2015 കോൺട്രാക്ട് തുടങ്ങിയത്. പക്ഷെ വേഗം ഒരു 8 മാസം ആകുമ്പോഴത്തേക്ക് എന്തായിട്ടുണ്ട്, കോൺട്രാക്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ എന്താണ്, കംപ്ലീറ്റഡ് കോൺട്രാക്ട് ആണ്. ഓക്കെ, അപ്പൊ തന്നെ നമ്മുടെ മനസ്സിൽ എന്ത് വരണം, കംപ്ലീറ്റ് ആയിട്ടുണ്ട് 1 ഇയറിൽ, അപ്പൊ കംപ്ലീറ്റഡ് കോൺട്രാക്ട് ആണ്. അത് നമ്മുടെ മനസ്സിൽ വരിക. റെഡി? പിന്നെ ദ കോൺട്രാക്ട് പ്രൈസ് വാസ് ഡ്യൂലി റിസീവ്ഡ്. കോൺട്രാക്ട് പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പ്രൊവൈഡ് ഡിപ്രീസിയേഷൻ എത്രയാണ്, 10% ആണ്. ആൻഡ് ചാർജ് ഇൻഡയറക്ട് എക്സ്പെൻസ് എന്താണ്, 20% ഓൺ വേജസ്. വേജസിന്റെ 20% ആണ് എന്ത്, ഇൻഡയറക്ട് എക്സ്പെൻസ്. കോൺട്രാക്ട് അക്കൗണ്ട് ഉണ്ടാക്കാൻ പോവാണ്. പക്ഷെ ഇവിടെ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ മെറ്റീരിയൽ കൺസ്യൂംഡ് എന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ, കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ വരെ നമുക്ക് എങ്ങനെ കിട്ടിയിട്ടുള്ളത് നോക്കോ, കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ വരെ നമുക്ക് ശ്രദ്ധിക്കുക, മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ്ഡ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ളത്. പക്ഷെ ഇവിടെ നമുക്ക് എന്താ തന്നിട്ടുള്ളത്, മെറ്റീരിയൽ കൺസ്യൂംഡ്. ഓക്കെ, മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറഞ്ഞിട്ട് കൺസ്യൂംഡിന്റെ അർത്ഥം എന്താ, ഉപയോഗിച്ചു എന്നാണ്. ഓക്കെ, നമുക്ക് പക്ഷെ മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ്ഡ് ആണ് വേണ്ടത്. പക്ഷെ അത് നമ്മൾ എങ്ങനെ കാണുന്നു എന്ന് നോക്കിക്കോ. ഇവിടെ മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറഞ്ഞിട്ട് 25,000 തന്നിട്ടുള്ളത്. മെറ്റീരിയൽസ് ഇൻ ഹാൻഡ് അറ്റ് ദ ഹെൻഡ് എന്ന് പറഞ്ഞിട്ട് 1,000 ഉണ്ട്. അതായത് മെറ്റീരിയൽ ഉപയോഗിച്ചത് 25,000 രൂപന്റെ മെറ്റീരിയലാണ്. വർഷാവസാനം നമ്മുടെ കയ്യിൽ എത്ര ബാക്കിയുണ്ട്, 1,000 രൂപന്റെ ബാക്കിയുണ്ട്. അപ്പൊ അതിനർത്ഥം മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ്ഡ് എത്രയാണ്, 26,000 ആയിരിക്കും. ഓക്കെ, അതായത് ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതുമായ ബാക്കിയുള്ള എണ്ണം കൂട്ടിയിട്ടുണ്ട് 26,000 കിട്ടും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയാണ്, എന്റെ കയ്യിൽ 10 ചോക്ലേറ്റ് ഉണ്ട് വിചാരിക്കുക. ഓക്കെ, 10 ചോക്ലേറ്റിൽ എന്റെ കയ്യിൽ ചോക്ലേറ്റ് ഉണ്ട്. ഞാൻ പറയാണ്, ഞാനൊരു 8 ചോക്ലേറ്റ് തന്നു, ബാക്കി എന്റെ കയ്യിൽ 2 ചോക്ലേറ്റ് ഉണ്ട് എന്ന് പറയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എന്റെ കയ്യിൽ ആദ്യം എത്ര ചോക്ലേറ്റ് ഉണ്ടായിരുന്നു, 10 ചോക്ലേറ്റ്. അതേപോലെ തന്നെയാണ് ഇവിടെ. ഓക്കെ, കണക്ക് നോക്കുക, മെറ്റീരിയൽ പർച്ചേസ്ഡ്, വേജസ്, ഡയറക്ട് എക്സ്പെൻസ്. ഇവിടെ നോക്കുക, നമുക്ക് നേരത്തെ ഒരു ഇത് തന്നിട്ടുണ്ട്, ഇൻഡയറക്ട് എക്സ്പെൻസ് 20% ഓൺ വേജസ്. ഓക്കെ, അപ്പൊ വേജസ് എത്രയാ, 35,000 ആണ്. അതിന്റെ 20% ആണ് എന്ത്, ഇൻഡയറക്ട് എക്സ്പെൻസ്. അപ്പൊ നിങ്ങളത് ശ്രദ്ധിക്കുക, വേജസിന്റെ 20% എടുത്തിട്ട് അത് എഴുതണം. ഇവിടെ നോക്കുക, ഫുള്ള് ബാലൻസ് ചെയ്യുന്ന. പിന്നെ പ്ലാന്റിന്റെ ഡിപ്രീസിയേഷൻ കാണുന്ന സമയത്ത് ഒരു വ്യത്യാസമുണ്ട്. കാരണം നോക്കിക്കോ, ഇവിടെ കോൺട്രാക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്, 1st July 2015 എൻഡ് ചെയ്തത് 31/3/2016. അപ്പോൾ ജൂലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7ാം മാസമാണ്. അപ്പം ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, 8 മാസം എന്തുണ്ട് നമ്മൾ ഇവിടെ പ്ലാന്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആണ് ഇവിടെ പ്ലാന്റിന്റെ ഡിപ്രീസിയേഷൻ കാണുന്നത്. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, 9 മാസം. ജൂലൈ 1 വാങ്ങുന്നത് അല്ലെ, 9 മാസം ഉണ്ട്. അതിനെ കൊണ്ടാണ് നമ്മളിവിടെ പ്ലാന്റിന്റെ 9/12 ചെയ്തിട്ടുള്ളത്. ഓക്കെ, കാരണം 9 മാസം നമ്മൾ എന്താക്കുന്നുള്ളൂ, ഉപയോഗിക്കുന്നുള്ളൂ. ഡിപ്രീസിയേഷൻ 750 കിട്ടും. ഓക്കെ, വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം പ്ലാന്റിന്റെ കാര്യം. പ്ലാന്റ് എത്രയാണ്, ഇപ്പോൾ 10,000 റുപ്പീസിന്റെ പ്ലാന്റ് ആണ്. എത്ര ഡിപ്രീസിയേഷൻ, 10% ആണ്. അതായത് 1,000 ആണ് ഡിപ്രീസിയേഷൻ വരിക. പക്ഷേ നമ്മൾ എന്താക്കുന്നുണ്ട്, അത് 9 മന്താ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ 1,000 × 9/12 ചെയ്യുക. ഓക്കെ, 10,000ന്റെ 10% ആദ്യം കാണുക. 10,000 × 10%, അത് നമുക്ക് എന്ത് കിട്ടും, 1,000 കിട്ടും. പക്ഷെ 1,000 എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തേക്കാണ്. പക്ഷെ നമ്മൾ എത്ര ഉപയോഗിക്കുന്നുള്ളൂ, 9 മന്ത് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ എന്താക്കണം, 1,000 × 9/12 ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 750 കിട്ടും. ഓക്കെ, അത് കുറയ്ക്കുക, ഡിപ്രീസിയേഷന്റെ എമൗണ്ട് ഇവിടെ ചെയ്താൽ. ഓക്കെ, പിന്നെ കോൺട്രാക്ട് പ്രൈസ് ചെയ്താൽ ഈ കോൺട്രാക്റ്റിൽ എന്താണ്, ലോസ് ആണുള്ളത്. നിങ്ങൾ നല്ല രീതിയിൽ എന്താക്കുക നോക്കുക. ഇനി നമുക്ക് നോക്കേണ്ടത് ഇൻകംപ്ലീറ്റഡ് കോൺട്രാക്റ്റിൽ അല്ലെങ്കിൽ അൺഫിനിഷ്ഡ് കോൺട്രാക്റ്റിൽ എങ്ങനെയാണ് കോൺട്രാക്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതിനു മുന്നേ നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്നും കൂടി നോക്കാം. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഓക്കെ.